Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാല് എന്ന് പറയുന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. കാരണം പാലെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എത്രയോ കൊല്ലങ്ങളായിട്ട് നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന ഒരു ആഹാര വസ്തുവാണ്. പക്ഷേ ഈ പാലെന്ന് പറയുന്നത് ഭൂരിഭാഗം ആളുകൾക്ക് അലർജിയുള്ള കാര്യം കൂടിയാണ്, പക്ഷെ അത് തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ ആർക്കൊക്കെ പാല് കഴിക്കാം, ആരൊക്കെ പാല് കഴിക്കരുത് എന്നാണ് നമ്മൾ ഇതിലൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പാലൊരു നല്ല വസ്തുവാണോ മോശമാണോ എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏതൊരു ആഹാര വസ്തു അല്ലെങ്കിൽ ഏതൊരു കാര്യവും നമ്മൾ കഴിക്കുന്ന കാര്യം ഒരു ആഹാരമായാലും അതിൽ നല്ലത് മോശം എന്ന് പറയുന്നതില്ല. അതിൻ്റെ ഡോസ്, അതിൻ്റെ അളവ്, അത് നമ്മുടെ ശരീരത്തിന് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ചിലർ പറയാറുണ്ട് താറാമുട്ട നല്ലതാണ്, കോഴിമുട്ട നല്ലതല്ല. ചിലർ പറയാറുണ്ട് പാല് നല്ലതല്ല, തൈര് നല്ലതാണ്. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കാറുണ്ട്. ചിലർക്ക് പറയാറുണ്ട് ഈ ഉരുളക്കിഴങ്ങൊന്നും അധികം കഴിക്കരുത്, ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ ഈ പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, കടല കഴിച്ചാലൊക്കെ നല്ലതല്ല, കാരണം അവർക്ക് നല്ലതല്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നല്ലതല്ലെന്നല്ല. അതായത് ഉരുളക്കിഴങ്ങിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ആ ഉരുളക്കിഴങ്ങ് അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് പൊതുവേ സാധാരണ എല്ലാ ആളുകൾക്കും പാടില്ല എന്ന് പറയും. ചിലർ പറയാറില്ലേ മീനിൻ്റെ കൂടെ തൈര് ഒഴിച്ച് കഴിക്കാൻ പാടില്ല എന്ന രീതിയിൽ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു കുറേ ആളുകൾ പറയുന്നുണ്ട് ഒരു വിരുദ്ധാഹാരമാണ് എന്ന രീതിയിൽ. പക്ഷെ അത് എല്ലാവർക്കുമല്ല, ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റേ അല്ല. മീനിൻ്റെ കൂടെ നമ്മൾ തൈരൊഴിച്ച് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പം വരത്തില്ല. അതേപോലെ തന്നെ മീനിൻ്റെ കൂടെ നമ്മൾ കാച്ചിയ മോര് കഴിക്കുന്നത് കുഴപ്പമില്ല. കാരണം ഞാൻ മീനിൻ്റെ കൂടെ കാച്ചിയ മോര് കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ ആരാണ് പാടില്ലാത്തത്? സ്കിൻ പ്രശ്നമുള്ളവർക്ക് എടുക്കാൻ പാടില്ല. വയറ്റിലെ പ്രശ്നം, പ്രത്യേകിച്ച് പുളിച്ചേട്ടൽ, വയറ് കമ്പിക്കൽ, മലബന്ധ പ്രശ്നങ്ങളുള്ളവർ അതെടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ തുമ്മൽ, ശ്വാസം മുട്ടൽ, അലർജി പ്രശ്നമുള്ളവർ ഈ പാലും മീനും കോമ്പിനേഷൻ നല്ലതല്ല എന്ന് പറഞ്ഞാൽ അതൊരു കോമൺ സ്റ്റേറ്റ്മെൻ്റ് അല്ല. എല്ലാവർക്കും പാടില്ല എന്നുള്ളതല്ല. ഈ പ്രശ്നമുള്ളവർ ഇത് എടുക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടാറുണ്ട്. ചില ആളുകൾക്ക് വരാറുള്ള കാര്യം എന്ന് വെച്ചാൽ കഫക്കെട്ട് വളരെ കോമൺ ആയിട്ട് വരുന്നവരാണ്. ചിലർ പറയാറുണ്ട് എനിക്ക് ഭയങ്കര സൈനസ് പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിൽ പറയാറുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് രാവിലെ ഭയങ്കര തുമ്മൽ വരാറുണ്ട്. അപ്പോൾ ഈ കോമ്പിനേഷൻ, പ്രത്യേകിച്ച് ഈ പാല്, തൈര്, മോര്, മീന് കോമ്പിനേഷൻ എടുക്കുന്നവർക്ക് ഈ പ്രശ്നം നാലായിട്ട് കൂടും. അതായത് ഈ കോമ്പിനേഷൻ പോലും അല്ല പ്രശ്നം. ചിലർക്ക് പറയാറുണ്ട് നിങ്ങൾക്ക് വെരിക്കോസ് അൾസർ ഉണ്ട്, കാലിലെല്ലാം ചൊറിഞ്ഞു പൊട്ടുന്നുണ്ട്, കാല് കറുത്ത് വരുന്നുണ്ട്, അതേപോലെ എക്സിമ കണ്ടീഷനാണ്, നിങ്ങൾ പാൽ ഉപയോഗിക്കരുത് എന്ന് നിർബന്ധമായിട്ടും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാലിൽ നമ്മുടെ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പ്രോട്ടീൻ ഇൻടോളറൻസ് ഉള്ള ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കും. ഈ പ്രശ്നങ്ങൾ സ്കിന്നിലേക്ക് വരും. അല്ലാതെ സ്കിന്നിന് എന്ത് പ്രശ്നമുണ്ടല്ല, സ്കിന്നിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് മാത്രം ആ സ്കിൻ പ്രശ്നങ്ങൾ മാറില്ല. സോ ഇത് ഇൻറ്റസ്റ്റൈൻ തൊട്ട് തുടങ്ങുന്നതാണ്. അതിൻ്റെ മെയിൻ കോസായിട്ട് വരുന്നത് നമ്മുടെ പാല്, ഗോതമ്പ്. ഈ രണ്ട് കാര്യങ്ങൾ ഭൂരിഭാഗം ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് പാല് മോശമായിട്ടല്ല, സ്കിൻ പ്രശ്നമുള്ളവർ പാല് തൊടാതിരിക്കുക, വയറ്റിൽ പ്രശ്നമുള്ളവർ പാല് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ചിലർക്ക് തൈര് കുഴപ്പമില്ല, അത് നമ്മൾ കഴിച്ച് നോക്കി കഴിയും മനസ്സിലാവും. ചിലർ പറയാറുണ്ട് എസിഡിറ്റി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പം ഡോക്ടർ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പാല് കഴിച്ചില്ല, പാല് കഴിക്കാതിഞ്ഞിട്ട് ഇപ്പോൾ 2 ആഴ്ച എനിക്ക് അസിഡിറ്റി പ്രശ്നങ്ങളില്ല. അപ്പോൾ എനിക്ക് ഇത്രയും നാൾ അറിയില്ലായിരുന്നു, ഞാൻ ഇത്രയും നാളും പാല് കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, എൻ്റെ അസിഡിറ്റി തീരുന്നില്ല. പാലിന് അസിഡിറ്റിക്കൊക്കെ നല്ലതാണല്ലോ, ഇതൊക്കെ തണുപ്പാണല്ലോ എന്ന് പറഞ്ഞ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അസിഡിറ്റി പ്രശ്നമുണ്ടോ, നിങ്ങൾ 2 ആഴ്ചത്തേക്ക് പാലൊന്ന് മാറ്റി വെച്ച് നോക്കുക, അന്നേരം നമുക്ക് മനസ്സിലാവും മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത്, അല്ലാതെ പാല് മോശമായിട്ടല്ല. ഇനി തൈര് ഏറ്റവും നല്ല ഒരു ആഹാര വസ്തുവാണ്. പാലിനെക്കാട്ടിലും നല്ലൊരു ഓപ്ഷൻ തൈരാണ്. കാരണം പാല് കുടിച്ചാൽ ഇത് നമ്മൾ കൺവേർട്ട് ചെയ്ത് തൈരാക്കി ശരീരം അങ്ങനെയാണ് വലിച്ചെടുക്കുന്നത്. സോ അപ്പോൾ തൈരാണ് കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ പാലിനെക്കാട്ടിലും. സോ അതായിരിക്കും നല്ലൊരു കാര്യം. ഇനി തൈര് കഴിക്കുന്നവർക്കും പ്രശ്നമുണ്ട്. തൈര് കഴിക്കുന്ന ആൾക്കാരിലും ഈ പാല് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം തൈര് കഴിക്കുമ്പോൾ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേ പറ്റൂ, അല്ലാതെ അത് മോശപ്പെട്ട ആഹാരം ആയതുകൊണ്ടല്ല. പക്ഷെ വലിയ കുഴപ്പമില്ലാത്തത് വെണ്ണ, ബട്ടർ, ചീസ് എന്ന് പറയുന്ന, അതേപോലെ വെണ്ണ, ചീസ്, അതേപോലെ നെയ്യ്, ഈ ഒരു കാറ്റഗറി, അത് മിൽക്ക് പ്രൊഡക്റ്റിൽ പാലിനെക്കാട്ടിലും നല്ലത് തൈരാണ്, തൈരിനെക്കാട്ടിലും നല്ലത് മോരാണ്. മോരിൻ്റെ രീതിയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഈ ബട്ടർ, ചീസ്, ഗീ ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ മില്ലറ്റിൻ്റെ ദോശ ഉണ്ടാക്കും. മില്ലറ്റിൻ്റെ ദോശ വളരെ സിമ്പിളാണ്. ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണ നമ്മൾ 1 ഗ്ലാസ് അരി, 1/2 ഗ്ലാസ് ഉഴുന്നിട്ടിട്ടാണല്ലോ ദോശ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ പലതും നമ്മൾ മിക്സ് ചെയ്യും. ചിലർ രാവിലെ മിക്സ് ചെയ്യും, ചിലർ ചോറ് മിക്സ് ചെയ്യും, അങ്ങനെ പലതും മിക്സ് ചെയ്യും.
അപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഗ്ലാസ് ചോറിന് പകരം കുറച്ച് റാഗി, തിന്ന, ചാമ എന്നൊക്കെ പറയുന്ന പലതരം മില്ലറ്റ്സുകൾ മിക്സ് ചെയ്തിട്ട് 2 മണിക്കൂർ കുതിർത്ത് വെച്ച് അരച്ച് ഉഴുതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം ദോശയാക്കും. ഈ ദോശയാക്കുമ്പോൾ എണ്ണ ഒഴിച്ചല്ല ദോശയാക്കുന്നത്. ഇത് നമ്മൾ ചീസ് അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ അല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ദോശ ഉണ്ടാക്കുന്നത്. ഇതൊരു 2 ദോശ കഴിച്ചിട്ട് ഒരു മുട്ട പുഴുങ്ങിയത് കഴിക്കുമ്പോഴത്തേനും എൻ്റെ ദോശയാണ്. പക്ഷേ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന കട്ടി കുറച്ചിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഷുഗർകാർക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ പെട്ടെന്ന് വിശക്കത്തില്ല. ഈ ഗീ, ബട്ടർ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വിശക്കത്തില്ല. സോ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡിലൂടെ അപ്ലൈ ചെയ്ത് നോക്കുക. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ അതായത് നമ്മൾ നടത്തി വെച്ച ഒരു സ്റ്റഡി അനുസരിച്ച്, കാരണം ഇത് മെഡിക്കൽ കോളേജുകളിലൊന്നും പഠിപ്പിക്കുന്ന രീതിയല്ല. കാരണം ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ ഇത് നല്ലത് എന്ന് പറയുന്ന പല സാധനങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ അത് നല്ലതല്ല എന്ന് തന്നെ തോന്നും. അപ്പം നമ്മൾ നമ്മുടേതായ ഒരു തിയറി കണ്ടുപിടിക്കും. ഓക്കെ, അപ്പം വെരിക്കോസ് അൾസർ ഉള്ള ആളുകൾക്ക്, മുറിവ് കരിയാത്ത ആളുകൾക്ക്, അല്ലെന്നുണ്ടെങ്കിൽ എക്സിമ കണ്ടീഷൻ്റെ പ്രശ്നമുള്ളവർക്ക്, ഹൈപ്പർ അസിഡിറ്റി കണ്ടീഷൻ ഉള്ളവർക്ക്, ക്രോൺസ് ഡിസീസ് ഉള്ള ആളുകൾക്ക്, അതേപോലെ കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് പ്രശ്നമുള്ളവർക്ക് പാലും മാറ്റിക്കോ, നല്ല മാറ്റം വരും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അതിൻ്റെ കമൻറ്റിൽ ഇട്ടാൽ മതി, നിങ്ങൾ പാല് മാറ്റിയത് കൊണ്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടായോ എന്നുള്ളത് നോക്കിയാൽ മതി. ഇനി നിങ്ങൾക്ക് മെച്ചമില്ലെങ്കിൽ പാല് കുടിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷേ സ്കിന്നിൻ്റെ കണ്ടീഷൻ 100% നല്ല മാറ്റം വരും. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കാലിൻ്റെ പ്രശ്നങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതായത് കാല് കറുത്ത് വരിക, ചൊറിഞ്ഞു പൊട്ടുക, എക്സിമ, വെരിക്കോസ് അൾസർ കണ്ടീഷൻ, ഡയബറ്റിക് ഫുഡ്, ഇങ്ങനെ കണ്ടീഷനിലെല്ലാം കൊടുക്കാറുള്ളതാണ്. സോ അതുകൊണ്ട് ഡയബറ്റിക് ഫുഡ് കണ്ടീഷനിൽ മാത്രം എക്സെപ്ഷൻ ഉണ്ട്. ബാക്കി എല്ലാ കണ്ടീഷനിലും നമ്മൾ പാല് കഴിക്കരുത്, മാറ്റി വെക്കാനേ പറയുള്ളൂ. അതിന് പകരം നമ്മൾ കാൽസ്യം അടങ്ങിയിട്ടുള്ള മറ്റ് ഭക്ഷണങ്ങൾ എടുക്കാനേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ കാൽസ്യം സപ്ലിമെൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ആയിട്ട് എടുക്കാനേ പറയത്തുള്ളൂ. കാരണം പാലെന്ന് പറയുന്നത് നല്ല ഭക്ഷണമാണ്, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ്. പക്ഷേ കുടിച്ച് കഴിഞ്ഞാൽ വയറ്റിൽ പ്രശ്നമോ സ്കിന്നിൽ പ്രശ്നമോ ഉണ്ടെങ്കിൽ ഈ പാല് മാറ്റിക്കോ. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആഹാര വസ്തുവാണ് പാല്. സോ അതുകൊണ്ട് പാല് നല്ലതോ മോശമോ എന്നുള്ളതല്ല, നമുക്കത് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമുള്ളത്. അതുകൊണ്ട് എനിക്ക് മിൽക്ക് ഷേക്ക് ഒക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഞാൻ പക്ഷെ പാല് വളരെ കുറവ് യൂസ് ചെയ്യുന്നത്. ഞാനത് കാച്ചിയ മോരാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. തൈര് ഉപയോഗിക്കാറുണ്ട്, ആ ഒരു രീതിയിൽ. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അവക്കാഡോ മിൽക്ക് ഷേക്കാണ്. അപ്പോൾ അവക്കാഡോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ കോക്കനട്ട് മിൽക്ക് ഇട്ടിട്ടാണ് അവക്കാഡോ മിൽക്ക് ഷേക്ക് ഇടുന്നത്. അവക്കാഡോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു ചെറിയൊരു സ്പൂണ് അവക്കാഡോ നമ്മളിങ്ങനെ എടുത്തിട്ട്, മീഡിയം പഴുത്തത് അല്ലെന്നുണ്ടെങ്കിൽ പഴുത്തതായാലും കുഴപ്പമില്ല, എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 1/2 ഗ്ലാസ് കോക്കനട്ട് മിൽക്ക് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട്, അതേപോലെ തന്നെ ഒരു 2-3 ഡേറ്റ്സ്, പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, ഈ ഒരു രീതിയിലുള്ള കോമ്പിനേഷന്, പിന്നെ കുറച്ച് തേൻ വേണം നിർബന്ധമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെയാണ് മധുരം ആവശ്യമുണ്ടെങ്കിൽ അത്. ഈ ഒരു ഇത് ചെയ്തിട്ട് നമ്മൾ മിൽക്ക് ഷേക്ക് ആക്കി കുടിക്കുക. ഇത് രാവിലെ എഴുന്നേറ്റിട്ടൊരു ജിം എക്സസൈസ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുകൂടെ ഒന്ന് കുടിക്കും. ഭയങ്കര ഒരു വയറിന് നല്ലൊരു ആശ്വാസമാണ്. 11 മണിക്കും ഇത് ചെയ്യാറുണ്ട്. അതുകൊണ്ട് പാലൊഴിച്ച് തന്നെ മിൽക്ക് ഷേക്ക് ചെയ്യണമെന്നില്ല, നമുക്കത് കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുകൊണ്ട് പാലെന്ന് പറയുന്നത് നല്ലതോ മോശമോ അല്ല. ഇനി പാൽപ്പൊടി സെയിം, A to Z സെയിം ആണ്. ഇതിനകത്ത് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. പാൽപ്പൊടി ഉപയോഗിച്ചാലും പാൽ ഉപയോഗിച്ചാലും റിസൾട്ടുകളെല്ലാം സെയിം ആണ്. അല്ലാതെ പശുവിൻ്റെ പാല് കുടിക്കുന്നു, ഈ പാല് കുടിക്കുന്നു എന്നുള്ളതിലല്ല ഇവിടെ കാര്യമുള്ളത്. ചിലർ പറയുകയാണ് ഞാൻ എരുമപ്പാലാണ് അല്ലെങ്കിൽ ഞാൻ ആട്ടുംപാലാണ്, കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കും. പാലല്ല, ഒരേ പാല് തന്നെയാണ്. അല്ലാതെ വിസ്കി കുടിച്ചാലും ബ്രാൻഡ് കുടിച്ചാലും ചാരായം കുടിച്ചാലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരേ കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് ഓക്കെ ആണോ, ധൈര്യത്തോടെ കുടിച്ചോ. നമുക്ക് ഓക്കെ അല്ലേ, മാറ്റിക്കോ. ഇതാണ് ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.